നമസ്കാരം, GMCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സ്മാർട്ട് ഫോണിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് പറയാതെ ഊഹിക്കാമായിരിക്കുമല്ലോ. നമ്മുടെ ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒരു പർച്ചേസോ പേയ്മെൻറ്റോ ഷോപ്പിങ്ങോ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ സ്മാർട്ട് ഫോണിൽ കൂടാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ പ്രൈവസിയെ എത്രമാത്രം ചോർത്തുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെ ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് വർത്തമാനം പറയുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട്, അതിൻ്റെ ഡേറ്റ ഓണായി കിടക്കുകയാണ്. അത് ലോക്ക് ചെയ്ത് നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു. നിങ്ങളിരുന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു TV വാങ്ങുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ഏത് ബ്രാൻഡ് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, ഏതാണ് നല്ലത്, ഏതാണ് വിലക്കുറവ് എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുകയാണ്. ഈ സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു. പിറ്റേ ദിവസം നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുന്ന സമയത്ത് ഇതാ കിടക്കുന്നു TV-യുടെ പരസ്യങ്ങൾ ചറപറ. എവിടെ നോക്കിയാലും TV, പുതിയ ബ്രാൻഡുകൾ, പുതിയ വിലയെ, അതുപോലെ TV വിൽക്കുന്ന ഷോപ്പുകളുടെ പരസ്യങ്ങൾ. നിങ്ങൾ ആലോചിക്കും, ഞാൻ ഇന്നലെ ഇതൊന്ന് ആലോചിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും TV-യുടെ പരസ്യങ്ങൾ ഇതെങ്ങനെ ഫോണിനകത്ത് കയറി വന്നു എന്നുള്ളത്. ഇത് ശരിക്കും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. നിങ്ങളുടെ ഫോൺ ടേബിളിൽ ഇരുന്നപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മൈക്രോഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓൺ ആകുകയും നിങ്ങളുടെ ഡേറ്റ ചോർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങൾ സംസാരിച്ച കീവേഡ്സുകളെല്ലാം ടാർഗറ്റ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടു. നമ്മളിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് മാത്രം. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയും സംസാരിക്കുന്നു, അത് പിറ്റേ ദിവസങ്ങളിൽ പരസ്യങ്ങളായിട്ട് നമ്മുടെ ഫോണിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് ശരിക്കുമുള്ള നല്ലൊരു ഡേറ്റ ചോർച്ച തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൂടെ പറയാം. നമ്മുടെ ഫോണുകളിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ആപ്പുകൾ പലവിധ പെർമിഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ, നിങ്ങളുടെ ഗാലറി ആക്സസ് ചെയ്യാൻ, കോൺടാക്റ്റ് ആക്സസ് ചെയ്യാൻ, നിങ്ങളുടെ മൈക്രോഫോണ്, ലൊക്കേഷന്, ഇങ്ങനെ ഓരോന്നും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് ചോദിക്കും. നിങ്ങൾ അതിനെല്ലാം ഓക്കെ കൊടുക്കും. വൺസ് നിങ്ങൾ ഈ ആപ്പിന് ഈ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിന് നിങ്ങളുടെ പെർമിഷൻ പിന്നീട് ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഡേറ്റ ഓണാക്കി കിടക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മൈക്രോഫോൺ നിങ്ങളറിയാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ ഈ ആപ്പുകൾ വഴി നിങ്ങളുടെ ഡേറ്റ ശേഖരിക്കുകയും ചെയ്യും. മാസീവായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിന് പകരം ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിച്ച് അവരിലേക്ക് പരസ്യം എത്തിക്കുക എന്നുള്ളതാണ് പുതിയ അഡ്വർടൈസ്മെൻറ്റ് രീതി. ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യമായ ഡേറ്റയുടെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഈ പല കമ്പനികളും ഡേറ്റ ചോർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. അതായത് ഒരു വ്യക്തി അയാളുടെ ഫുള്ള് ഇഷ്ടാനിഷ്ടങ്ങളെ അടക്കം ഡേറ്റ എടുക്കുക എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അയാളുടെ പ്രായം, അയാൾ ഏത് ജെൻഡറിൽപ്പെട്ട ആളാണ്, അയാൾ ഇൻ്റർനെറ്റിൽ കൂടുതൽ സമയം തിരയുന്നത് എന്താണ്, എന്തുതരം വസ്ത്രങ്ങളും എന്തുതരം ഭക്ഷണങ്ങളുമാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ സമയങ്ങളിൽ അയാൾ എന്തെല്ലാം കാര്യങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച എല്ലാ ഡേറ്റകളും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് ഡേറ്റയ്ക്ക് ആയിരങ്ങൾ വിലയുണ്ടാവും അഡ്വർടൈസ്മെൻറ്റ് അനലിറ്റിക്കൽ കമ്പനികളുടെ ഇടയിൽ. ഇനി ഇത് എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. ആവശ്യമില്ലാത്ത ആപ്പുകൾ നമ്മൾ പരമാവധി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് കൂടുതലായും കണ്ടുവരുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിലാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിലുള്ള ആപ്പുകൾ പ്രത്യേകമായി സൂക്ഷിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആപ്പുകളും ക്രെഡിബിൾ ആയിട്ടുള്ള ആപ്പുകളും മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫോട്ടോയും വീഡിയോയും എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ആപ്പുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള മാൽവെയറുകൾ കൂടുതലും ഈ ആപ്പുകളുടെ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ പെർമിഷൻസ് ചോദിക്കുമ്പോൾ എല്ലാ പെർമിഷൻസിനും എല്ലാ ആപ്പിനും ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഇമേജ് സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പേപ്പർ സ്കാൻ ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിന് ക്യാമറയുടെയും ഗാലറിയുടെയും ആക്സസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ മൈക്രോഫോണോ ലൊക്കേഷനോ കോൺടാക്റ്റോ ആക്സസ് ചെയ്യേണ്ട ആവശ്യം ആ ആപ്പിനുണ്ടാവുകയില്ല. ഇനി നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് പോയ ഒരു ആപ്പിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ആപ്പ് സെറ്റിങ്ങിൽ പോയി അവിടെ നിങ്ങൾക്ക് പ്രൈവസി സെറ്റിങ്സ് എടുക്കാം. അവിടെ പ്രൈവസി പെർമിഷൻ സെറ്റിങ്സ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. രണ്ടാമതായി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രൗസർ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു വെബ്സൈറ്റൊക്കെ എടുക്കാൻ വേണ്ടി മോക്സില്ലയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ ഒക്കെ പോലുള്ള ഒരു ബ്രൗസർ ആയിരിക്കും. ഈ ബ്രൗസറുകളിൽ നിങ്ങൾ പരമാവധി സൈൻ ഇൻ ചെയ്യാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നിങ്ങളുടെ സൈൻ ഇൻ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ വ്യക്തിത്വം ആ പ്രത്യേക വെബ്സൈറ്റിന് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകാതെ ഒരിക്കലും നിങ്ങളുടെ ഡേറ്റയ്ക്ക് വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സൈൻ ഇൻ ചെയ്യാതെ ഉള്ള വെബ് സെർച്ചുകൾക്ക് കുറച്ചുകൂടെ പ്രൈവസി ഉണ്ടാവും.
മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ബ്രൗസറിൽ GPC എന്ന് പറയുന്ന സെറ്റിംഗ് ഓണാക്കി ഇടുക. GPC എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പ്രൈവസി കൺട്രോൾ എന്നാണ്. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബ്രൗസർ നിങ്ങളുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു വെബ്സൈറ്റിനും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുകയില്ല. നാലാമതായി നിങ്ങളുടെ ബ്രൗസിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. മിക്ക കേസുകളിലും എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ അത് ബ്രൗസർ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും. പിന്നെ കൂടുതൽ കുക്കീസ് ഉള്ള വെബ്സൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കുക്കീസ് നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ആക്കപ്പെടും. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഡാറ്റ ചോർച്ചയ്ക്ക് ഇടയാക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുക്കീസ് ക്ലിയർ ചെയ്യുന്നതും നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുന്നതും നന്നായിരിക്കും. അഞ്ചാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഡ് ട്രാക്കിംഗ് ലിമിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ iOS ഫോണിലും ആൻഡ്രോയിഡിലും പറ്റും. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക, അവിടെ ഗൂഗിൾ ആഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി iOSലാണെങ്കിൽ സെറ്റിങ്സ് പ്രൈവസി, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കാം. ഡക്ക് ഗോ പോലുള്ള പ്രൈവറ്റ് സെർച്ച് എഞ്ചിൻസ് നിങ്ങളുടെ ഡേറ്റ കുറേ സേഫായിട്ട് വയ്ക്കും. മറ്റുള്ള സെർച്ച് എഞ്ചിൻസേക്കാളും കുറച്ചുകൂടെ സേഫായിട്ട് നിങ്ങൾക്ക് ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻകോഗ്നിറ്റോ മോഡ് ഉണ്ടാവും മിക്ക ബ്രൗസേഴ്സിലും. അത് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ഡേറ്റ കുറേയൊക്കെ സേഫായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫോണിലുള്ള സിരി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റ്, അതുപോലെ AI കൂടുതലുള്ള അമിതമായ ഉപയോഗങ്ങൾ. കൂടുതലും സെൻസിറ്റീവായ കണ്ടൻറ്റുകളുമായിട്ട് ഈ AIയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിരിയെയോ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെയോ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവയൊക്കെ നമ്മുടെ ഡേറ്റ എപ്പോഴും സ്റ്റോർ ചെയ്യാനും പല കീവേഡ്സും അവരുടേതായ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കാനും ഇടയാക്കും. ഇതൊക്കെ കൂടുതലും നമ്മുടെ പ്രൈവസികൾ ചോർത്താനും ഇടയാക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ പറയുമ്പം ഫോണൊക്കെ അങ്ങ് ദൂരെ മാറ്റി വെച്ചിട്ടേ പറയാവുള്ളൂ. ഇല്ലേ നിങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ പബ്ലിക്കായിട്ട് ലോകം മുഴുവൻ അറിയുമെന്ന് എപ്പോഴും ഓർത്തോളുക. നിങ്ങളുടെ പ്രൈവസിയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്യരുത്. ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾക്ക് മാത്രമല്ല ഈ ഡേറ്റകളൊക്കെ കൈമാറുന്നത്. പല രാജ്യദ്രോഹങ്ങളടക്കമുള്ള പ്രശ്നങ്ങളിലൊക്കെ ഈ ഡേറ്റകൾ ഉപയോഗിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് എപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ ഇവയൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഞാൻ നൈസ് ജോ സൈനിങ് ഓഫ്. Thank you.